ഒറ്റ ഓടിയിൽ അത് മതി, ചെറിയൊരു ഓയിൽ. അങ്ങനെ നമ്മുടെ കോൺവെന്റ് സ്ക്വയറിലെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ടാണ് ഒന്ന് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം ആയിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറി അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ലിവിംഗ് ഹാളാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ജിപ്സം വർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു പാർട്ടീഷൻ വർക്കും കൊടുത്തിട്ടുണ്ട്. കാരണം ഹാള് വെട്ടുന്നിടത്ത് കിടന്നതുകൊണ്ട് തന്നെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്ടീഷൻ കൂടെ ഇതിനൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്രയർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രൽ പോർഷൻ നമ്മളൊരു TV യൂണിറ്റും അതിനോട് ചേർന്നൊരു ഷോറാക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നമുക്ക് ഫുള്ളായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴെ നമ്മൾ ഈ രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ഡൈനിങ് ഹാളിൽ നമ്മളൊരു കോക്കർ യൂണിറ്റാണ് നമ്മൾ ഇതിലോട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 സൈഡിലും സ്റ്റോറേജ് യൂണിറ്റും അതിൻ്റെ സെൻറ്റർ ഓപ്പണും ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ താഴെ ഒരു വാഷ് യൂണിറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. അപ്പൊ ഇവിടെ കിച്ചണിൽ നമ്മൾ താഴെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് നമുക്ക് ബോട്ടം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് തോംസന്റെ WPC ആണ്, 3 ലെയർ WPC ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മിഡിൽ ഓപ്ഷനും ലോഫ്റ്റും നമ്മൾ ചെയ്യാനായിട്ടിരിക്കുന്നത് പ്രീ ലാമിനേഷൻ ബോർഡുകളാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത നമ്മളിപ്പോ ചെയ്യുന്ന 60% വർക്കുകൾ വിത്തൗട്ട് ഹാൻഡിന്റെ ഓപ്ഷനിലാണ് നമ്മൾ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു പ്രീമിയം ഫിനിഷിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ നമ്മൾ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹാൻഡിൽസിന്റെ ഓപ്ഷൻ വരെ നമ്മളിവിടെ താഴെ ഗ്യാപ്പുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ആ രീതിയിലാണ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പതിവ് പോലെ തന്നെ നമ്മൾ സാധാരണ സെറ്റ് ചെയ്യാൻ ബോട്ടം സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു 10 സെന്റിമീറ്ററോളം ഉള്ളിലോട്ട് വലിച്ച് തന്നെയാണ് നമ്മൾ താഴത്തെ ബോട്ടം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചേർന്ന് നിന്നിട്ടുള്ള വർക്ക് ചെയ്യാനും അങ്ങനെയുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു കട്ട്ലറി ബാസ്ക്കറ്റും അതിനോട് ചേർന്ന് താഴെ ഒരു പ്ലേറ്റിന്റെ ബാസ്ക്കറ്റും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജിന്റെ പോയിന്റ് ആണ്. ഇവിടുത്തെ ഡോറുകളും നമ്മൾ ക്വാളിറ്റി വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മളൊരു വാർഡ്രോബ്, ലോഫ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു വാർഡ്രോബാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ 2 ഡ്രോയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഷർട്ട് ഹാങ്ങിങ് ഒരു കോട്ടാങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് മുകളിലത്തെ ലോഫ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. അതായത് 3 ഡോറിന്റെ ചെറിയൊരു വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴെ നമ്മൾ 2 ഡ്രോയർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തും നമുക്ക് ഷർട്ട് ഹാങ്ങിങ്ങുള്ള ഓപ്ഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു ഡോറിൽ നമ്മൾ ലോക്ക് സെറ്റ് ചെയ്താണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അവർക്ക്. ഇത്രയുമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ വർക്കുകൾ. അപ്പൊ ഇനിയിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കുറച്ച് വർക്കുകളുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കുട്ടികൾക്കായിട്ട് ഒരു 2 സ്റ്റഡി ടേബിളും അതിനോട് ചേർന്ന് ഒരു ബുക്ക് ഷെൽഫും പിന്നെ ഒരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന് ഡോറും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ഓപ്ഷനിൽ ഒരു ട്രോയും അതിനോട് ചേർന്ന് ഒരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റുമായിട്ടാണ്. ചെയർ കയറ്റിയിട്ട് പഠിക്കുന്നതിനുള്ള എളുപ്പത്തിനായിട്ട് ചെയർ കയറ്റിടുന്നതിനുള്ള ഒരു ഓപ്ഷനിലാണ് ഈ രീതിയിൽ നമ്മൾ ഈ വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെയും നമ്മൾ ഒരു ചെറിയൊരു സ്റ്റോറേജ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. അപ്പൊ ഇവിടെ നമ്മൾ താഴെ ചെയ്തിരിക്കുന്ന അതേ മോഡലിൽ തന്നെയാണ് ഇവിടുത്തെ വാർഡ്രോബ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ രീതിയിലുള്ള 3 ഡോറിന്റെ വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. അതിനും താഴെ നമ്മൾ 2 ഡോറും കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ചെറിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കൊട്ടേഷൻ ഇല്ലാതൊരു വർക്കാണ്. അപ്പൊ ഏറ്റവും അവസാനം നമുക്കത് പിന്നെ ചെയ്ത് കൊടുക്കുകയായിരുന്നു നമ്മൾ. അപ്പൊ ചെറിയൊരു സ്പേസ് ആണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. താഴെ നമ്മൾ ഡ്രോയും അതിനോട് ചേർന്ന് ഒരു ഷോറാക്കും കൂടെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വയറും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ കാര്യം ഏറ്റവും ലാസ്റ്റ് നമ്മളോട് പറഞ്ഞ വർക്ക് നമുക്കത് ആദ്യം നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു വർക്കിന് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഷെയറിംഗ് ആണ് നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ വർക്കിന്റെ ഊർജ്ജം. അപ്പൊ അത് മാക്സിമം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.